ആപ്കി അദാലത്തിൽ ഉത്തരാഖണ്ഡ് ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയുടെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ചിന്തകൾ വളരെ ഔട്ട്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഈ കുറ്റം ആരോപിച്ചിരിക്കുന്നത് ശശി തരൂറാണ്. അദ്ദേഹം എന്താ പറഞ്ഞത് വെച്ചാൽ, ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ BJPയുടെ ആൾക്കാർ ഞങ്ങളുടെ ബെഡ്റൂമിൽ എത്തി നോക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ്. അതോടൊപ്പം അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവര് കൊണ്ടുവന്ന ഈ യൂണിഫോം സിവിൽ കോഡ്, ഇതിൽ ലിവിംഗ് ടൂതറിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മുഖേന താങ്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയാണെന്ന്. ഇതുമൂലം ഞങ്ങൾ ചെയ്ത എല്ലാം തന്നെ അതെല്ലാവർക്കും ഈ ശശി തരൂറിന് ഇഷ്ടമുള്ളതെന്നാന്ന് പറഞ്ഞിട്ട് ആരും ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ നാട്ടിലെ ഓരോ മകനും ഓരോ മകൾക്കും ഇവരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയും അവരുടെ അച്ഛനമ്മമാർക്ക് ഈ പിള്ളേർ എവിടെയാണ് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞേ പറ്റൂ. ഫ്യൂച്ചറിൽ ലിവിങ് റിലേഷൻഷിപ്പിൽ ഇരുന്നതിന് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷം എന്തെങ്കിലും നടക്കും. നിങ്ങൾ നോക്കുവാണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു കാര്യം നടന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ, സൂട്ട് കേസിൽ പീസാക്കി വെട്ടി എന്തൊക്കെയോ സംഭവം ഒരു പെണ്ണിനെ കൊലപാതകം ചെയ്തിരുന്നു. ചില സമയത്ത് ഓരോ ആൾ മാറ്റി മാറ്റി കുറ്റം പറയും. ചില സ്ഥലങ്ങളിൽ അവർ ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ കുഞ്ഞും ജനിച്ചേക്കുവാണ്. പിന്നെ ആ പിള്ളേർക്കൊക്കെ ഒരു വിധത്തിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ല, പിന്നെ ഒന്നും തന്നെ കിട്ടുന്നുമില്ല. പിന്നെ അവർക്ക് ഈ സ്വത്തിലൊന്നും ഒരു അവകാശവും കിട്ടുന്നില്ല എന്നാണ് സത്യം. അവരൊക്കെ വളരെ കഷ്ടപ്പെടുവാണ്. അവരെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. അതിലും ശരിക്കും നമ്മുടെ അനിയത്തിമാര്, നമ്മുടെയൊക്കെ മക്കള്, അവരെല്ലാവരും ഇതിലുണ്ട്. അവരെല്ലാവരെയും കുറിച്ച് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ ഒപ്പം ആണുങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ഈ കാര്യം ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. ഈ കാര്യം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തിനാ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്നും ഇതുവരെ ഇത് കൂട്ടു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, താങ്കൾ നിയമത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, ലിവിങ്ങിലുള്ളവർ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ 6 മാസത്തെ ശിക്ഷ ലഭിക്കുമെന്ന്. ഞങ്ങൾ ഇതൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ തോട്ട് ആരെയും കഷ്ടപ്പെടുത്താനായിട്ടൊന്നുമല്ല. റെസ്പെക്റ്റഡ് കോർട്ടും ഗവൺമെൻറ് എന്ത് പറയുന്നു അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിള്ളേർക്ക് സേഫ്റ്റി ആവശ്യമല്ലേ സാർ? ഇപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുന്നു, അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. അവർ രജിസ്ട്രേഷൻ ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? പറയാം. നോക്കൂ, ഇന്ന് നിങ്ങൾക്കുള്ളിലൊരു പ്രണയമുണ്ട്. 5-10 വർഷം കഴിയുമ്പോൾ അതങ്ങ് കാണാണ്ടായേക്കും. അതിനുശേഷം അവർ മാറ്റി ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ പ്രശ്നങ്ങൾ അങ്ങനെ അധികരിക്കും. അതും നിയമമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഒരുപക്ഷെ പറ്റിക്കപ്പെടുകയാണെങ്കിൽ, മനസ്സ് തകർന്നു പോയാൽ അതിനും രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലല്ല, രജിസ്ട്രേഷൻ അല്ല അത്. ഇപ്പം അവർ ഒരുമിച്ചല്ല എന്നുള്ള ഒരു കാര്യം ഇൻഫോം ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് അവർക്കും നല്ലതാ, അവരുടെ അച്ഛൻ്റെ അമ്മയ്ക്കും നല്ലതാണ്. റൂൾസ് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പതുക്കെ എല്ലാവർക്കും മനസ്സിലാവും, അത്രേ ഉള്ളൂ സാർ. ഇതിൽ ഞങ്ങൾ ആരെയും ടാർഗറ്റും ചെയ്തിട്ടില്ല. ഇത് അതിനു വേണ്ടിയുള്ള സിസ്റ്റവും അല്ല സാർ. ഇത് വളരെയധികം പഴയ കാലഘട്ടങ്ങളിലുള്ള കാര്യങ്ങളല്ലേ. അന്നൊക്കെ ആരെങ്കിലും പരസ്പരം ഇഷ്ടപ്പെട്ട ഗ്രാമത്തിലുള്ള എല്ലാവരോടും പറയണം. ഇപ്പോഴുള്ള ജനറേഷനിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇന്റർനെറ്റിൽ തന്നെ എല്ലാം തീർന്നു. ഞാനൊന്നും തടയുന്നില്ല. അവർക്ക് അങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അവരങ്ങനെ ഇരുന്നോട്ടെ സാർ. പക്ഷേ അവരുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലത്തെ ഇൻഫർമേഷൻ കിട്ടണമല്ലോ. ചില സമയം ഈ പാരൻസിനൊക്കെ എന്തോ ഇൻഫർമേഷനാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, അവരുടെ മകനോ ഇല്ലെങ്കിൽ മകളോ ഇതുപോലത്തെ ഇൻസിഡൻറ്റിൽ ഒരു ഇരയായി പോവാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അവരൊക്കെ എന്തോ ഒരു കഷ്ടപ്പെടുമെന്ന്. ജീവിതകാലം മുഴുവനും അവർ 24 മണിക്കൂർ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ. എന്ത് ചെയ്യും അവർ അതിനുശേഷം? വിഷമിക്കുക അല്ലാണ്ട് വേറെ ഒരു പണി അവർക്ക് ചെയ്യാനും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എടുത്ത് ഈ കമ്മിറ്റി ഈ ജനങ്ങൾക്ക് വേണ്ടി ഇതിൽ ഞങ്ങൾ വർക്ക് ചെയ്തത്. ഈ വർക്ക് അവർക്ക് എന്നോ ഒരു നന്മയായിട്ടേ നടക്കത്തുള്ളൂ. അവരുടെ ജീവിതം നന്നായി വരും സാർ. എന്തുകൊണ്ടാണ് ഈ സംശയം വരുന്നതെന്ന് വെച്ചാൽ, ചില നാളുകൾക്ക് മുമ്പ് ലവ് ജിഹാദിനെതിരായിട്ട് താങ്കൾ നിയമം കൊണ്ടുവന്നു. നോക്കൂ സാർ, ലവ് ജിഹാദ് പോലത്തെ കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഒപ്പം ഉത്തരാഖണ്ഡിൽ ഞങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സ്ഥലത്ത് ഇതിന് ഒരു സ്ഥാനവും ഇല്ലെന്നാണ് അതിൻ്റെ സത്യം. ദൈവത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞത് വളരെ ഹോളി പ്ലേസ് ആണ്. അത് അങ്ങനെ തന്നെ ഇരിക്കാൻ പാടില്ല. നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കട തുറക്കുകയാണ്. താങ്കൾ പ്രേമത്തിന്റെ കടയിൽ കാവൽ നിർത്തിയിരിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ എല്ലാവരുടെയും ഈക്വൽ റൈറ്റ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പലരും എന്താണ് പറയുന്നത് വെച്ചാൽ, ദാമി സാർ കല്യാണം കഴിച്ചു, മക്കളുണ്ട്, സന്തോഷത്തോടെ ജീവിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ ബെഡ്റൂമിൽ എന്തിനാണ് എത്തി നോക്കുന്നതെന്ന്. ആരുടെ ബെഡ്റൂമിൽ എത്തി നോക്കില്ല. എല്ലാം ഓരോ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. ഇതുപോലത്തെ നിയമങ്ങൾ വരുമ്പോൾ ദാമി സാർ, അതിന്റെ ഉത്തരവാദിത്വം പോലീസിനും അഡ്മിനിസ്ട്രേഷനുമാണ്. അവർ ചെറുപ്പക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. ശരിക്കും നിങ്ങളൊരു നല്ല കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ ഉള്ള ജനങ്ങൾ എൻ്റെ ഉത്തരം എന്താണെന്ന് ഇതുമൂലം അറിയുമല്ലോ. ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചതിന് വളരെ നന്ദി തന്നെ സാർ ഞാൻ പറയണ്ടേ. കാരണം ഇതിൽ പോലീസ്, അഡ്മിനിസ്ട്രേഷൻ ആരായാലും ഇത് ഉപയോഗിക്കാൻ കഴിയത്തില്ല.
ഇതുപയോഗിച്ച് ആർക്കും ഒന്നും ആരെയും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ ലോ എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ലായിൻ്റെ സമീപം ഇതൊരു ലോ പുറത്ത് ആക്റ്റായിട്ട് വന്നതിന് ശേഷം അതിനു മുൻപേ ഞങ്ങളൊരു കമ്മിറ്റി റെഡിയാക്കി. ആരായാലും ശരി, ഏതൊരു വിധത്തിലും മിസ്ബിഹേവോ ഇല്ലെങ്കിൽ ജാതി പറഞ്ഞോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഷറോ ഇല്ലെങ്കിൽ ആവശ്യമില്ലാണ്ട് ഒരു സമൂഹത്തിനെ മാത്രം കഷ്ടപ്പെടുത്തുന്നത്, ഇതെല്ലാം എതിർത്ത് നിൽക്കാനായിട്ട് തന്നെ ഞങ്ങളൊരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അതിനുവേണ്ടി ആദ്യമായിട്ട് ഉത്തരാഖണ്ഡിൽ തന്നെ അല്ല ഞങ്ങൾ നിയമിച്ചത്. അതായത് ഉത്തരാഖണ്ഡിൽ ഇതൊരു ശീലമായിട്ട് കൊണ്ടുവന്നതിന് ശേഷം മറ്റുള്ള ഡിസ്ട്രിക്ട്സിലും ഇതെല്ലാം ഒരു ശീലമായി മാറ്റുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പണി ഞങ്ങളും ചെയ്യണം. ഇത് ഞങ്ങളുടെ നാടിന് വേണ്ടിയുള്ളൊരു സാധനമാണ്. അതായത് ഞങ്ങൾ ഓരോ റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ആ റൂൾസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ഇരിക്കണമെന്നാണ് ആഗ്രഹം. ഇനിയുള്ള ഒരു ഫ്യൂച്ചറിന് ഞങ്ങൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇരിക്കണമെന്നാണ് ഒരു ആഗ്രഹിക്കുന്നത്. പ്രൊവിഷൻ ഉണ്ട്. അതായത് അടുത്ത വീട്ടിലുള്ള ആരെങ്കിലും ലിവിംഗിലാണെങ്കിൽ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാം. പക്ഷെ അയൽക്കാരന് ആര് സന്തോഷത്തോടെ ജീവിച്ചാലും അത് ഇഷ്ടമല്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു റൂളും തന്നെ ഇല്ല. ഇതിൽ രജിസ്ട്രേഷൻ ആണുള്ളത്, ഇൻഫർമേഷനും തരണം. അതിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും അറിയണം. അതായത് ആ പിള്ളേർക്ക് 18 തൊട്ട് 21 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്ന്. അത്രേ ഉള്ളൂ. 18 വയസ്സിന് താഴെയോ അല്ലെങ്കിൽ 21 വയസ്സിന് താഴെയോ ഉള്ളവരാണെങ്കിൽ പാരൻസിന് ഉടനടി ഇൻഫർമേഷൻ കൊടുത്തേക്കും. ഇതുപോലെ ഈ കല്യാണത്തിന് പുതിയ സിസ്റ്റം ഒന്നുമില്ല. ഇത് മുൻപുള്ള പോലെ തന്നെ ആരംഭം തൊട്ട് കല്യാണമൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെയല്ലേ ഇരുന്നത്. അപ്പോഴും അച്ഛനും അമ്മയ്ക്കൊക്കെ ഇൻഫർമേഷൻ പോവും. ആദ്യം തൊട്ടേ നമ്മൾ അങ്ങനെ ആയിരുന്നു. ഈ സിസ്റ്റം ആദ്യം തൊട്ടേ ഉണ്ട്. അതായത് മുസ്ലിംസിൽ അവർക്ക് തന്നെ ഒരു സംസ്കാരമുണ്ട്. ബന്ധങ്ങൾക്കുള്ളിൽ തന്നെ വിവാഹം നടത്തും, കസിൻസ് പരസ്പരം വിവാഹം കഴിക്കും. പക്ഷേ ഈ പുതിയ നിയമത്തിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ കുഞ്ഞമ്മയുടെ കൂടെയോ കുഞ്ഞമ്മയുടെ മകളുടെ കൂടെയോ അല്ലെങ്കിൽ അവരുടെ മകന്റെ കൂടെയോ വിവാഹം പാടില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ലാ നോക്കുകയാണെങ്കിൽ ഇത് വളരെ വലിയൊരു ലാ ആണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏത് മതത്തിൽ ഏത് വഴിയാണോ ഫോളോ ചെയ്യുന്നത്, ഇത്രയും വർഷങ്ങളായിട്ട് അവരെന്താണോ ഫോളോ ചെയ്ത് വന്നത്, അത് ചെയ്യാൻ പാടില്ലെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇല്ല, താങ്കൾക്ക് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ നിയമം ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ UCC ഇംപ്ലിമെന്റ് ആയതിനു ശേഷം ഉത്തരാഖണ്ഡിൽ അനുജത്തി, അച്ഛന്റെ സഹോദരിയുടെ മകൾ, കുഞ്ഞമ്മ, അമ്മാവന്റെ മോള്, വല്യച്ഛന്റെ മോള്, വല്യച്ഛന്റെ മോൻ, പിന്നെ മുത്തശ്ശി, മുതുമുത്തശ്ശി, അമ്മയുടെ മുത്തശ്ശി, മറ്റുള്ള മുത്തശ്ശിമാർ, അച്ഛന്റെ മുത്തശ്ശി, മറ്റുള്ള മുത്തശ്ശിമാർ, അവരുടെ മുത്തശ്ശി, അവരുടെ മുതുമുത്തശ്ശിമാർ, മുതുമുത്തശ്ശിയുടെ മക്കൾ, മകന്റെ കൊച്ചുമക്കളുടെ മക്കൾ, തേർഡ് ജനറേഷനിലുള്ള മക്കൾ, അവരുടെ വിധവകൾ, ഇവരോടൊപ്പം ഒന്നും ആരും വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു റൂൾസും ഇല്ല സാർ. നിങ്ങൾ പറയുന്ന രീതിക്കില്ല. ഒന്നും തന്നെ ഇല്ല. കല്യാണമൊക്കെ എങ്ങനെ സംഭവിച്ചോ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. നാളെ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെ ഇനി നടക്കുമെന്ന് പറഞ്ഞാൽ അവരൊക്കെ വളരെ സന്തോഷം. അങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. ഇപ്പൊ ഓഡിയൻസിന് ചോദ്യം ചോദിക്കാം. രാഹുൽ ഗാന്ധി പറയുന്നത് BJPയിൽ ദൈവത്തിന്റെ പേര് വെച്ചാണ് വോട്ട് വാങ്ങിക്കുന്നതെന്ന്, അതില്ലാതെ മതത്തെപ്പറ്റി സംസാരിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ പഴയ ചരിത്രങ്ങളും പറയുന്നു. ഇതേപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? രാഹുൽ ഗാന്ധിജി അയോധ്യയില് അമ്പലം, രാമന്റെ അമ്പലം കെട്ടാൻ പാടില്ലെന്ന് വിചാരിക്കുവാണോ എന്തോന്ന് നിങ്ങൾ തന്നെ പറ. ഇതാ നോക്കൂ, ഈ മുഴുവൻ നാടും ഈ മുഴുവൻ ലോകം തന്നെ പല വർഷങ്ങളായിട്ട് രാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ തന്നെ അമ്പലം പണിയണമെന്ന് പല വർഷങ്ങളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലമല്ലേ കെട്ടിയത്. ഇതിൽ രാഷ്ട്രീയപൂർവ്വം എന്താ ഉള്ളത്? ഇതിൽ രാഷ്ട്രീയപൂർവ്വം ഒന്നും തന്നെ ഇല്ല. രാമൻ അതുപോലെ ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും ദൈവമല്ലേ. രാമനെ ആര് പ്രാർത്ഥിക്കുന്നോ രാമൻ അവർക്ക് സ്വന്തം. നമ്മളെല്ലാവരും രാമനെ പ്രാർത്ഥിക്കുന്നതല്ലേ. രാമനെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ദേശഭക്തരും രാമൻ ഭക്തന്മാരുമാണ്. ഇപ്പോൾ അബുദാബിയിലും ക്ഷേത്രം പണിതിരിക്കുകയാണ്. ഈ മുഴുവൻ ലോകവും നിങ്ങൾ പോയി നോക്കണം. എല്ലാ സ്ഥലങ്ങളും ക്ഷേത്രങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറബ് കൺട്രീസ് എന്നൊക്കെ പറയുന്നില്ലേ, അവിടെയും അമ്പലങ്ങൾ പണിതുകൊണ്ടാണ് ഇരിക്കുന്നത്. സൗദി അറേബ്യയിൽ, ദുബായിൽ, അബുദാബിയിൽ, ഇതുപോലെ ലോകത്തെ എല്ലാ സ്ഥലത്തും വലിയ അമ്പലങ്ങൾ കെട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. റീസെന്റ് പ്രധാനമന്ത്രിയാണ് പോയി അബുദാബിയിൽ ഇനോഗ്രേറ്റ് ചെയ്തത്. ഇന്ന് ലോകം മുഴുവനും അമ്പലങ്ങളെ നോക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അമ്പലം കെട്ടുന്നത് രാമന്റെ പേര് പറയുന്നത് തെറ്റാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറ. പക്ഷെ ദാമി സാർ, ചില സമയത്ത് പ്രതീക്ഷിക്കാത്തതും നടക്കും. ടണലില് ജനങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്, അവരുടെ ജീവൻ ആപത്താണ്, അവിടെ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരും സങ്കടപ്പെടുന്ന സമയത്ത് അപ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ദൈവം ബാബ ഭോഗ്നാഥ് ജി ദേഷ്യപ്പെട്ടു. അങ്ങനെ ദേഷ്യപ്പെട്ടതുകൊണ്ടാണ് എല്ലാവരും കുടുങ്ങിയെന്ന് താങ്കൾ പറഞ്ഞു. ആക്ച്വലി എന്താന്ന് വെച്ചാൽ ആ സിൽക്കേറ ടണൽ ഏകദേശം അതിന്റെ പണി എല്ലാം തീർന്നു. അതൊരു 30 കിലോമീറ്റർ ടണലാണ്. അപ്പോൾ ഒരു 3.5 കിലോമീറ്റർ മാത്രം കെട്ടാൻ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നവംബർ 12-ാം തീയതി ഒരു വലിയ ലാൻഡ് സ്ലൈഡ് നടന്നു. ആ ലാൻഡ് സ്ലൈഡിൽ ഞങ്ങളുടെ ഒരു 41 വർക്കേഴ്സ് കുടുങ്ങിപ്പോയി. അവരൊക്കെ കുടുങ്ങി വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ വലിയൊരു പ്രശ്നമുണ്ടായി. ആദ്യത്തെ ദിവസം തൊട്ട്, അന്ന് ദീപാവലിയുടെ ദിവസം ഒരു 12-ാം തീയതിയാണ്,
അപ്പോൾ അന്ന് അവിടെ എന്താ ന്യൂസ് വന്നതെന്ന് വെച്ചാൽ അവർ ടണലിനകത്ത് കുടുങ്ങി എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ഇതുപോലത്തെ ചുരങ്കപ്പാതയുടെ പണി നടക്കുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ തടസ്സങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ പണി പെട്ടെന്ന് തീർന്നേക്കും, JCB ഉണ്ട്, ബൊക്ലൈൻ ഉണ്ട്, അതുകൊണ്ട് എല്ലാ പണിയും പെട്ടെന്ന് തീരുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ദിവസം പണി തുടങ്ങി, JCB ഉപയോഗിച്ചു, ബൊക്ലൈൻ ഉപയോഗിച്ചു, അവിടെയുള്ള കുപ്പകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. അവിടെ ഞങ്ങൾ എന്തോരം മണ്ണെടുത്തോ അതിന് ഇരട്ടി കുപ്പയാണ് വീണുകൊണ്ടിരുന്നത്. അതിനുശേഷം ട്യൂബ് പൈപ്പ്സാണ് ഉപയോഗിച്ചത്. അതിൻ്റെ ഒപ്പം പല മെഷീൻസ് അവർ എടുത്തുകൊണ്ട് വന്നു. ട്യൂബ് പൈപ്പ്സ് ആയതുകൊണ്ട് ചില മെഷീൻസൊക്കെ എളുപ്പത്തിൽ അകത്ത് പോയിരുന്നു. പൈപ്പ് നല്ല രീതിക്ക് പുഷ് ചെയ്തപ്പോൾ 5-7 മീറ്റർ പോയതിന് ശേഷം അതങ്ങനെ നിന്നുപോയി. ഒരുപാട് ഹാർഡ് റോക്ക് എത്തി, കല്ലുകൾ വന്നു. ഇതിങ്ങനെ ചെയ്ത് ഒരുപാട് ദിവസങ്ങളായി. അതിനുശേഷം അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം മെഷീൻ അകത്ത് പോവാത്ത രീതിക്കായിപ്പോയി. പിന്നെ ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് പുതിയ എഞ്ചിനീയേഴ്സിനെ ഞങ്ങൾ വിളിച്ചത്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഓരോ ദിവസവും, എല്ലാ ദിവസവും അദ്ദേഹം 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല, ചില സമയം 100 ദിവസം പോലും അദ്ദേഹം ഞങ്ങളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം നോൺ സ്റ്റോപ്പായിട്ട് ടണലിലിരുന്നവർക്ക് എന്ത് പറ്റി, അവരെന്ത് അവസ്ഥയിലാണ് ഉള്ളത്, അവർക്ക് വെള്ളമോ ഭക്ഷണം കഴിക്കാനെല്ലാം കിട്ടുന്നുണ്ടോ, ഈ പൈപ്പ് മൂലം റേഷൻസ് ഒക്കെ പോകുന്നുണ്ടോ ഇല്ലയോ, പൈപ്പൊക്കെ എന്തോരം വലുതായിരുന്നു, മെഷീനൊക്കെ കിട്ടിയോ ഇല്ലയോ എന്നും ചോദിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം. അന്ന് ഞാൻ അദ്ദേഹത്തിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം ഓഫീസിൽ തന്നെ ഇരുന്നത്. അതിനുശേഷം ഇൻഡോറിൽ നിന്ന് ഓഗർ മെഷീൻ, അമേരിക്കയുടെ ടെക്നോളജി വെച്ച ഒരു മെഷീൻ ഞങ്ങൾ എടുത്തുകൊണ്ട് വരിപ്പിച്ചായിരുന്നു അവരെ കൊണ്ട്. ആ ഓഗർ മെഷീനും പോയി ഏകദേശം 21 മീറ്ററാണ് അത് പോയത്. 21 മീറ്റർ അത് പോയതിനു ശേഷം അത് പിന്നെയും സ്റ്റോപ്പായി. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് തടസ്സമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അതും നീക്കിയതാണ്. അതിനുശേഷവും 7-8 ദിവസം കഴിഞ്ഞിരുന്നു. ഇനി ഇത് നല്ല ഫാസ്റ്റായിട്ട് പോവും, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തടസ്സമൊന്നും കാണില്ലെന്നാണ് വിചാരിച്ചത്. അതിനുശേഷം 33 മീറ്റർ പോയിട്ട് പിന്നെ അത് സ്റ്റോപ്പായി. അതിനുശേഷം ഹൈദരാബാദിൽ നിന്ന് മെഷീൻസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അവിടുന്ന് എഞ്ചിനീയേഴ്സിനെയും വരിപ്പിച്ചിട്ട് അതിനുശേഷം പിന്നെയും വേഗം വർക്ക് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. 12 ദിവസം എടുത്തു. 12 ദിവസം എടുത്തതിന് ശേഷം ആ മെഷീൻ പിന്നെയും സ്റ്റോപ്പായി. അതായത് മുഴുവനുമല്ല. അതായത് എന്താ നടന്നതെന്ന് വെച്ചാൽ ഈ ഫുൾ മെഷീൻ അകത്ത് ചെന്നിട്ട് അതങ്ങോട്ട് പൊട്ടിപ്പോയി. പിന്നെ പുറകിലിരുന്നതൊക്കെ പൊട്ടി. പിന്നെ ആ മെഷീൻ്റെ പുറകിലൊരു പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പാണെങ്കിൽ 4 മീറ്ററിന് ബെൻഡും ആയിപ്പോയി. ഞങ്ങളത് പിന്നീന്ന് പുഷ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. പക്ഷേ പുറകിൽ ആ പാറയുള്ള കാരണം അത് നല്ല രീതിക്ക് ബെൻഡും ആയി അങ്ങോട്ട്. ഇനി അത് അകത്ത് പോയി എങ്ങനെ അകത്ത് പോയി നമ്മളെ കൊണ്ട് നോക്കാൻ കഴിയും പറയൂ? അകത്ത് പോകുന്നതിന് മുമ്പ് തന്നെ അത് മുഴുവനും കട്ട് ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ടായി. ഒരു 3 മണിക്കൂറിൽ 1 മീറ്ററിൻ്റെ പൈപ്പേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് റോഗർ മെഷീനാണ് ചെയ്തത്. 38 മീറ്റർ അങ്ങനെ കട്ട് ചെയ്താണ് എടുത്തത്. അതിന് 3 ദിവസമേ ആയുള്ളൂ. 3 ദിവസത്തിന് ശേഷം മുഴുവൻ മെഷീനും പുറത്ത് വന്നതിന് ശേഷം അപ്പോൾ അവിടെ ഈ റെഡ് മൈനസ്, ഈ താഴെയൊക്കെ കുഴി തോണ്ടിയും വെള്ളം എടുത്തും പോകുന്ന ആളുകളുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ അയച്ചു. പക്ഷേ അവർ പറഞ്ഞത് മുഴുവൻ പൈപ്പും അവിടെ ബെൻഡായിരിക്കുകയാണെന്നാണ്. അതിനുശേഷം ഞങ്ങൾ പൈപ്പ് കട്ട് ചെയ്തു. വെൽഡിങ് മെഷീൻ, പിന്നെ ആ കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടാവും, ആ കട്ടർ, അതുമൂലം കട്ട് ചെയ്ത് ഞങ്ങൾ പൈപ്പ് പുറത്തെടുത്തു. അതിനുശേഷം അത് 56 മീറ്ററിൽ ഒരു 10 മീറ്ററും കൂടെ ഉള്ളിനകത്ത് പോയതിന് ശേഷം പിന്നെ കുറച്ച് അത് പൊക്കോണ്ടിരുന്നു. അതിനുശേഷം 1 ദിവസം 2 ദിവസം എന്ന് പറഞ്ഞ് ശ്രമിച്ചു. പക്ഷേ അത് പിന്നെയും പോയി അകത്ത് കുടുങ്ങിയെന്നേ. അതിനുശേഷം ടെലിവിഷനിൽ ഇതൊക്കെ വലിയ പ്രശ്നമായി. പിന്നെ ഒരു 28-ാം തീയതി ഒക്കെ വലിയ പ്രശ്നമായി. വലിയ ബ്രേക്ക് ത്രൂ ആയിട്ട് കള്ളം പറഞ്ഞു അവരെല്ലാവരും പുറത്തു വന്നെന്ന്. സത്യം എന്താണെന്ന് വെച്ചാൽ ആരും കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. വർക്കേഴ്സിനെ കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഉച്ച ഒരു 2 മണിയാകുമ്പോൾ എല്ലാവരും ആ കാര്യം അറിഞ്ഞ് എല്ലാ ചാനലും അത് ടെലികാസ്റ്റ് ചെയ്യാൻ ആരംഭിച്ച്. അപ്പോൾ ഞാനൊരു പ്രോഗ്രാമിന് അവിടെ നിന്നാണ് പോയിരുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ക്യാമ്പിങ് ചെയ്തുകൊണ്ടിരുന്ന. പിന്നെ പ്രധാനമന്ത്രിക്ക് അവിടുന്ന് എല്ലാ ഇൻഫർമേഷൻസും ഞാൻ, എന്താ സംഭവിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്, എല്ലാ സിറ്റുവേഷൻസും ഞാൻ. പിന്നെ വൈകുന്നേരം 3 മണിക്ക് ഞാൻ പിന്നെയും തിരിച്ചു വന്നു. എന്താടാ TV-യിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ നോക്കിയാൽ പൈപ്പ് പോലും ശരിക്കും അകത്ത് പോയില്ല. ശരിക്കും എല്ലാ സ്ഥലത്തും തെറ്റായ ന്യൂസാണ് പോയത്. ജനങ്ങളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ദീപാവലി അല്ലെങ്കിൽ ഒരു വലിയ ഫംഗ്ഷനൊക്കെ പോലെ തന്നെ. വൈകുന്നേരം 7 മണിക്ക് ആ പൈപ്പ് അങ്ങനെ തന്നെ അകത്ത് പോയി. അപ്പോഴാണ് ഞങ്ങളെക്കൊണ്ടൊന്ന് വർക്കേഴ്സിൻ്റെ അടുത്ത് പോലും പോകാൻ കഴിഞ്ഞത്. വർക്കേഴ്സ് പിന്നെ അതിൻ്റെ അടുത്തോട്ട് വന്നു. വർക്കേഴ്സിനെ പുറത്തെടുക്കാനായിട്ട് 3 മണിക്കൂർ ആവേണ്ട ആ സമയം. പക്ഷെ അപ്പോൾ വെറും 1/2 മണിക്കൂറാണ് എടുത്തത്. ഞങ്ങൾ ട്രോളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടായിരുന്നത്. ഓരോ വർക്കേഴ്സിനെയും ട്രോളി വെച്ച് പുറത്തെടുക്കാനാണ് വിചാരിച്ചത്. ഈ ട്രോളി ഉപയോഗിച്ച് ഒരുത്തരെ പോലും പുറത്തു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ വന്നില്ലായിരുന്നു അന്ന്. പൈപ്പ് ഉപയോഗിച്ച് തന്നെ എല്ലാവരും ക്രോൾ ചെയ്ത് പുറത്തു വരാനുള്ള ശ്രമത്തിലായിരുന്നു. അതിൻ്റെ ഒപ്പം ഇതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൽ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ബാബ ഭോഗ്നാഥിനെ കുറിച്ച് സംസാരിച്ചില്ലായിരുന്നോ? പക്ഷേ ഭോഗ്നാഥ്ജിയുടെ വലിയൊരു ആശീർവാദം തന്നെ ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിന് അനുഗ്രഹം കൊണ്ട് എല്ലാവരും തന്നെ പുറത്തു വന്നു. ആർദോൾ ഡെക്സ്, അദ്ദേഹത്തെ താങ്കൾ ബാബയുടെ ദർശനത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ സാർ, അത്രയും വലിയ കാര്യം ബാബ ഭോഗ്നാഥിനെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം പ്രധാനമന്ത്രി മോദിജിയും ഇതിനൊരു കാരണമാണ്. അദ്ദേഹത്തിനൊരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് കോൺടാക്റ്റിൽ തന്നെയായിരുന്നു ഇരുന്നത്. ഞങ്ങൾക്ക് എന്തൊക്കെ ടെക്നോളജീസ് ആവശ്യപ്പെട്ടോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിവിടെ എന്ത് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നോ, എന്താണ് ആവശ്യമുള്ള, അതായത് ഈ റോഗർ മെഷീൻ വേണമെന്നും പക്ഷേ മറ്റേ ഈ നമ്മുടെ ഈ റെഡ് മൈനർ വേണം, ഇതെല്ലാം ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം അദ്ദേഹം അയച്ചു തന്നിരുന്നു എനിക്ക്. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞതും. അപ്പോ അവിടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനി അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തോന്നൽ താങ്കൾക്കുണ്ടായോ? അതെ, 48 മീറ്റർ അത് അകത്ത് പോയി അങ്ങനെ തന്നെ നിന്നില്ലേ. 48 മീറ്റർ അത് അങ്ങനെ തന്നെ പോയി നിന്ന് പിന്നെ ഒരു പൈപ്പ് കട്ട് ചെയ്യേണ്ട അവസ്ഥയും വന്നു. ബെൻഡായി, ആ പൈപ്പ് മുഴുവനും ബെൻഡായി പോയി. അപ്പോൾ ആ സമയത്ത് ദൈവം അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ നേരെ ദൈവമേ ഭോഗ്നാഥ്, നിങ്ങളാണ് എന്നെ രക്ഷിക്കേണ്ടതെന്നും പറഞ്ഞ് അതിൻ്റെ ഒപ്പം ഞങ്ങളന്ന് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കുടുങ്ങിയത്. കാരണം ഞങ്ങൾ മുകളിൽ നിന്നും ഡ്രില്ല് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ഡ്രില്ലിങ്ങും ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഹോറിസോണ്ടൽ ഡ്രില്ലിംഗ് ആയിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. ആ ഡ്രില്ലിങ് സ്റ്റോപ്പ് ചെയ്തു, വെർട്ടിക്കൽ ഡ്രില്ലിങ് സ്റ്റോപ്പ് ചെയ്തു. അവിടെ പൈപ്പിട്ട ആ വഴിയിലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഓപ്ഷനായിട്ടുണ്ടായിരുന്ന എല്ലാ വഴികളും ഞങ്ങൾ ക്ലോസ് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്ന ഒറ്റ ഓപ്ഷൻ ഞങ്ങൾ അടുത്ത് പോകുന്നതിനിപ്പുറം അത് ക്ലോസ് ആയി. അപ്പോഴാണ് ദൈവം ഒരു വഴി കാണിച്ചത്. ബാബ ഭോഗ്നാഥ് എനിക്കൊരു വഴി കാണിച്ചു തന്നത്. അദ്ദേഹത്തിനാണ് അത് ടെക്നോളജി മുഖേന സാധ്യമായോ അതോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായോ? ടെക്നോളജി ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു സഹായവുമാണ്. അതിൻ്റെ ഒപ്പം പ്രധാനമന്ത്രി മോദിജിയും ഇതിനൊരു വലിയ സപ്പോർട്ടും ആയിരുന്നു. ബാബ ഭോഗ്നാഥിന്റെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരുടെ അനുഗ്രഹവും കിട്ടി, ദൈവത്തിന്റെ അനുഗ്രഹവും കിട്ടി. അതിനുശേഷം നാട്ടിലുള്ള ഇത്രയും പേരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. എല്ലാവരും കിടന്ന് ദൈവത്തിനെ വിളിക്കുന്ന സമയത്ത് ദൈവം കേൾക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഇറങ്ങി വന്ന് സഹായിച്ചതായിരിക്കും ഞങ്ങളെന്ന്. വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഞങ്ങളെ അന്ന് നല്ല രീതിക്ക് വന്ന് ദൈവമായിരിക്കും സഹായിച്ചിരിക്കുന്നത്. ദൈവം ഒരു നല്ല വഴിയും കാണിച്ചു. താങ്കൾ പറയുന്നു അത് ദൈവത്തിന്റെ സ്ഥലമാണ്, ദൈവത്തിന്റെ അനുഗ്രഹം തീർച്ചയായും ലഭിച്ചു. ബാബ കേദാർനാഥ് ഉണ്ട്, അവിടെ ബദ്രിനാഥ് ഉണ്ട്, ഗംഗയുണ്ട്, യമുനോത്രി ഉണ്ട്. പക്ഷേ അതേ ഉത്തരാഖണ്ഡിലാണ് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളിൽ ജോഷിമഠിൽ ലാൻഡ് സ്ലൈഡ് സംഭവിക്കുന്നു, അതായത് മണ്ണെല്ലാം ഇടിഞ്ഞു വീഴുന്നു. അതെ സർ, പ്രശ്നങ്ങൾ വന്നുകൊണ്ട് തന്നെ ഇരിക്കും, ചാലഞ്ചസും വന്നുകൊണ്ടേ ഇരിക്കുള്ളൂ. ഉത്തരാഖണ്ഡ് ജനങ്ങളായ ഞങ്ങൾ ഈ ചാലഞ്ചസൊക്കെ അക്സെപ്റ്റ് ചെയ്തോളാം. അതിനൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വരുന്ന വലിയ പ്രശ്നങ്ങളും വളരെ എളുപ്പത്തിൽ ഞങ്ങൾ കടന്നു പോകുന്നു. എല്ലാം ദൈവത്തിൻ്റെ ഓരോ കളികളാണ്.